ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓണം സീരീസിലെ പുളിഞ്ചിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമുക്ക് പുളിഞ്ചി വെക്കാനായിട്ട് നോക്കാം. പുളിഞ്ചി, ഇഞ്ചൻ പുളി എന്നൊക്കെ ചില ഭാഗത്ത് പറയും. അപ്പം നമുക്ക് പുളിഞ്ചി വെക്കാനായിട്ട് ഞാനിവിടെ ഇത്രയ്ക്ക് പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനായിട്ട് വെക്കാം. ഇതൊരു 10 മിനിറ്റ് കിടക്കട്ടെ, എന്നിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം അത്. അപ്പം ഞാൻ ഈ ഒരു മൺചട്ടിയിലാണ് പുളിഞ്ചി വെക്കുന്നത്. അപ്പം നമുക്ക് ഈ മൺചട്ടിയിലേക്ക് പുളി ഇതേപോലെ ഞെരടി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ചാറ് എടുക്കണം. നമുക്കിത് ഒരു അരിപ്പയിലേക്ക് അരിച്ചെടുക്കാം. ഇപ്പം നമ്മൾ പുളി ഒരു 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. ഇത് നല്ലോണം തിളയ്ക്കട്ടെ. ഇനി ഞാനിവിടെ നമ്മുടെ പുളിഞ്ചിയിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നല്ലോണം ഇഞ്ചിയും പച്ചമുളകൊക്കെ പുളിഞ്ചിയിൽ ചേർക്കാറുണ്ട്, എന്നാലാണ് അതിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഇഞ്ചിയൊക്കെ നല്ലോണം വെന്ത് ഉടയും. അപ്പോൾ ഞാനിവിടെ ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-15 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായി അരിഞ്ഞ് പുളിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ ചെറുതായി അരിയാറാണ് പതിവ്. പക്ഷെ നമ്മുടെ ഈ ചോപ്പർ കിട്ടിയപ്പോൾ ഞാൻ പുളിഞ്ചി ഉണ്ടാക്കുമ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇതെല്ലാവർക്കും പരിചയം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും ഞാൻ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. നല്ല ഈസിയാണ്. ഇഞ്ചിയൊക്കെ നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടാനായിട്ട് നല്ല എളുപ്പമാണ്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ അങ്ങനെ ആക്കാം. പക്ഷെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഈ ബ്ലേഡും അത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പ്രയാസമാണ്. ഞാൻ ഇഞ്ചിയുടെ കഷ്ണങ്ങൾ ഒന്ന് ചെറുതാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഇതിൽ വെച്ച് ഒന്ന് അടച്ചിട്ട് ഒന്ന് ലോക്കാക്കിയതിന് ശേഷം ഇതിങ്ങനെ നമുക്ക് ഈ വള്ളിയിൽ പിടിച്ച് ഇങ്ങനെ വലിച്ചാൽ മതി. നല്ല പൊടിയായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടും. ഇതിൽ നോക്കിയാൽ അറിയാം എത്രത്തോളം പൊടിയായിട്ട് ഉണ്ടെന്നുള്ളത്. നമുക്ക് നല്ല പൊടി ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്കിത് ഇങ്ങനെ വലിച്ച് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഇഞ്ചി ഇവിടെ നന്നായിട്ട് പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലും പൊടി വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും ആ വള്ളി പിടിച്ച് വലിച്ചു കൊടുത്താൽ നമുക്ക് ഇതിലും പൊടിയായിട്ട് കിട്ടും. ഇത് നമുക്ക് നമ്മുടെ പുളി തിളച്ചിട്ടുണ്ട്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പുളി നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ചേർത്ത് കഴിഞ്ഞാൽ ഈ ഇഞ്ചിയൊക്കെ നല്ലോണം അതിൽ കിടന്ന് വെന്ത് നമുക്ക് കടിച്ച് തിന്നുമ്പോൾ നല്ല സ്വാദായിരിക്കും ഇത് തിന്നാനായിട്ട്. അതുകൊണ്ട് ഞാൻ നല്ലോണം പുളിഞ്ചിയിൽ ഇഞ്ചിയൊക്കെ നല്ലോണം കൂടുതൽ ഇടാറുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ പച്ചമുളകും ചോപ്പ് ചെയ്തെടുക്കാം. ഇതൊന്ന് പകുതിയാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതിൽ ഈ ചോപ്പർ നല്ല എളുപ്പമാണ്. നമുക്ക് ഏത് ബീട്രൂട്ട്, ക്യാരറ്റ്, ക്യാബേജ് ഒക്കെ ഇതിൽ ചോപ്പ് ചെയ്തെടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ പണി എളുപ്പമാക്കാൻ പറ്റിയൊരു സാധനമാണ്. പക്ഷെ അത് ചിലപ്പോൾ ഈ ബ്ലേഡിൽ ഒന്ന് കൊളുത്തി പിടിക്കും. ഇതിൽ നമ്മളിട്ട സാധനങ്ങൾ അത് മാത്രമാണ് ചില സമയത്തൊരു ബുദ്ധിമുട്ട് തോന്നും നമുക്ക്. പക്ഷെ നല്ല ഉപകാരമുള്ളതാണ്. ഞാൻ ആദ്യമൊക്കെ ഇഞ്ചി പുളിഞ്ചിയിലേക്കൊക്കെ നല്ലോണം അങ്ങനെ കൊത്തിയരിയണമെങ്കിൽ കുറേ സമയമെടുക്കും. പിന്നെ കൈയൊക്കെ നമുക്ക് ഒരു എരിച്ചിൽ പോലെ തോന്നണം ഈ പച്ചമുളക് ഒക്കെ അരിഞ്ഞു വരുമ്പോൾ. എന്നാൽ ഈ ചോപ്പർ കിട്ടിയപ്പോൾ ഞാനിങ്ങനെയാണ് പുളിഞ്ചിയിലേക്കൊക്കെ ചെയ്യാറ്. ചോപ്പ് ചെയ്തെടുക്കുക ചെയ്യുക. അത് നല്ല പൊടിയായിട്ട് നമുക്ക് കയ്യിനൊന്നും ഒരു മല്യാണ്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ചോപ്പറിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലും എൻ്റെ ചേച്ചിയുടെ അവിടെയൊക്കെ അവരിത് വാങ്ങി അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത്
പെട്ടെന്ന് ബീട്രൂട്ടും ക്യാരറ്റൊക്കെ അരിഞ്ഞെടുക്കാൻ പറ്റും. ഇതൊന്നും ഇങ്ങനെ തിരിച്ച് കൊടുത്തിട്ട് ടൈറ്റാക്കിയതിന് ശേഷം വള്ളിമ പിടിച്ചൊന്ന് വലിച്ചു കൊടുക്കുക. പിന്നെ ഇടയ്ക്കൊന്നിങ്ങനെ കുലുക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വലിച്ചാൽ ഇത് നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഒന്നും കൂടി പൊടിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി അടച്ചു വെച്ച് വീണ്ടും വലിച്ചു കൊടുക്കാം. ഇപ്പോൾ പച്ചമുളകൊക്കെ ഒരുവിധം ആയിട്ടുണ്ട്. നമുക്കിത് പുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പുളി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുളി വറ്റി വരുന്നോട് കൂടി തന്നെ ഈ ഇഞ്ചിയും പച്ചമുളകൊക്കെ അതിൽ കിടന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മുടെ കരിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല കിളുന്ത് കരിവേപ്പിലയാണ്. ഇത് അതിൽ നന്നായിട്ട് അലിഞ്ഞു പോവും. ഞാൻ നല്ലോണം കരിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുറുകി വരട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ പുളി ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇതേപോലത്തെ ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉരുക്കിയ ശർക്കരയുണ്ട്, അതാണ് ചേർത്ത് കൊടുക്കാൻ പോണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലത്തെ ശർക്കര ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. അത് നമ്മുടെ മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കുക. നമുക്കിതിൽ മധുരമോ ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഇത് ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് കയ്യിലേക്കൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊന്നും കൂടിയും കുറുകി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് താളിക്കാം. അപ്പം ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ഇതിലേക്ക് കടുക് താളിക്കാനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്, ചെറുതാക്കി കട്ട് ചെയ്തത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് പുളിഞ്ചിയിൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 4-5 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മതി നമ്മുടെ പുളിഞ്ചി. ഇനി ഇത് ചട്ടിയിൽ തന്നെ ഇരുന്നിട്ട് നന്നായിട്ട് കുറുകിക്കോളും. അപ്പം ഞാൻ ഈ ഒരു ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്. നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ചൂടിലിരുന്ന് ഇത് നന്നായിട്ട് കുറുകിക്കോളും. ഇപ്പം നമ്മുടെ ഓണത്തിൻ്റെ പുളിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബായ്.